നമസ്കാരം. കേരളം ഒരിക്കലും മറക്കാത്ത ഒരു പേരായിരിക്കും ശങ്കരനാരായണൻ്റേത്. സ്വന്തം മകളുടെ കൊലയാളിക്ക് സ്വയം വധശിക്ഷ നടപ്പാക്കിയ പിതാവ്. സ്വന്തം മകളുടെ ഓർമ്മകളും പേര് ജീവിച്ച ആ അച്ഛൻ വിടവാങ്ങി. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണാട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വവസതിയിൽ തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഓരോ മലയാളിയും ഓർക്കുന്ന പേരായിരിക്കും ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റേത്. കാരണം നിയമം നിസ്സഹായമായി പോകുന്ന ചില സാഹചര്യങ്ങളിൽ പ്രതീക്ഷയോടെയോ ആശ്വാസത്തോടെയോ ഓർക്കാൻ കഴിയുന്ന പേരാണ് ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റേത്. കേരളത്തിൽ മറക്കാത്ത ഒരു സംഭവമായിരുന്നു കൃഷ്ണപ്രിയ കൊലക്കേസ്. മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് ചേണാട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണന് കൃഷ്ണപ്രിയ എന്നൊരു മകളുണ്ടായിരുന്നു. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകൾ. ഏട്ടന്മാരുടെ പ്രിയ അനിയത്തിക്കുട്ടിയായി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമനയായി 13 വയസ്സ് വരെ ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായിരുന്നുള്ളൂ. 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടുവരുന്ന വഴി കൃഷ്ണപ്രിയയെ അയൽവാസിയായ എളങ്കൂർ ചാരങ്കാവ് കുന്നുമൽ മുഹമ്മദ് കോയ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ കോടതി പതിവ് പോലെ ശിക്ഷിച്ചു. അതുവരെ വായിച്ചു പഴകിയ സ്ഥിരം പീഡന കേസുകളിൽ ഒന്ന് മാത്രമായിരുന്നു അതും. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ പ്രതി 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടതോടെ കൃഷ്ണപ്രിയയുടെ ഓമനത്തുള്ള കുഞ്ഞുമുഖവും ഒപ്പം നിസ്സഹായനായ ഒരച്ഛനും കേരളത്തിന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. മുഹമ്മദ് കോയ വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയും ഇതേ തുടർന്ന് ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങിയ വാർത്തയും ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. നിസ്സഹായനായ അച്ഛനിൽ നിന്നും ശങ്കരനാരായണൻ ഹീറോ പരിവേഷത്തിലേക്ക് മാറിയതും വളരെ വേഗത്തിലാണ്. 2002 ജൂലൈ 27 ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തി പോലീസിൽ കീഴടങ്ങിയായിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്ത കഠിന തടവിനാണ് ശിക്ഷിച്ചതെങ്കിലും 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. മൃതദേഹം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ശത്രുക്കളും ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ അദ്ദേഹത്തെ തേടിയെത്തിയ കത്തുകൾക്കും കണക്കില്ല. മിക്കവയും പ്രിയപ്പെട്ട അച്ഛ എന്ന അഭിസംബോധനയിൽ ആരംഭിക്കുന്നവയായിരുന്നു. ഈ സംഭവം പ്രമേയമാക്കി വൈരം എന്നൊരു സിനിമ M നിഷാദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിരുന്നു. കൊല്ലപ്പെടുമ്പോൾ ചാരങ്കാവ് PMSA ഹൈസ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ശങ്കരനാരായണന്റെ മകൾ കൃഷ്ണപ്രിയ. പ്രതി മുഹമ്മദ് കോയ സമൂഹത്തിന് ഭീഷണിയായ ക്രിമിനലാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. മുഹമ്മദ് കോയയുടെ നീച പ്രവർത്തികളിൽ മനം നൊന്ത് ഇയാളുടെ ഭാര്യയും മാതാപിതാക്കളും ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു.